കൺസെന്റ് ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഇരകളെ കല്ലെറിയുന്ന സമൂഹം ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്. നിർഭാഗ്യവശാൽ ബലാത്സംഗ കുറ്റങ്ങളെ ന്യായീകരിക്കാൻ വിധിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണോ നമ്മളിപ്പോൾ ജീവിക്കുന്നത് എന്നുപോലും തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലേ ആ ലൈംഗിക ബന്ധം നടന്നത്? സമ്മതത്തോടെ ആയിരുന്നെങ്കിൽ അതൊരിക്കലും ബലാത്സംഗമാകില്ലല്ലോ. ഇങ്ങനെയുള്ള ചോദ്യങ്ങളാണ് ഇന്ന് എവിടെ നോക്കിയാലും കാണുന്നത്. പക്ഷേ യാഥാർത്ഥ്യം അങ്ങനെയല്ല. ചില സാഹചര്യങ്ങളിൽ ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധം പോലും നിയമം ബലാത്സംഗമായി കണക്കാക്കുന്നു. എപ്പോഴൊക്കെയാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇത് വളരെ ലളിതമായി നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. കൺസെന്റ് എന്നത് നിയമത്തിൽ എന്താണ്? കൺസെന്റ് എന്നത് ഭയമില്ലാതെ, ബലമില്ലാതെ, വഞ്ചനയില്ലാതെ, പൂർണ്ണ സമ്മതത്തോടെ സ്വമേധയാ ഒരാൾ മറ്റൊരാൾക്ക് നൽകുന്ന സമ്മതമാണ് കൺസെന്റ്. ഇത് ശരിയായ കൺസെന്റ് ആണെങ്കിൽ സാധാരണയായി ലൈംഗിക ബന്ധം കുറ്റകരമല്ല, ബലാത്സംഗ ആരോപണം നിലനിൽക്കില്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ കൺസെന്റ് നിയമപരമായി അസാധുവാകും. അതെപ്പോഴൊക്കെയാണ്? ഇന്ന് ഇരകളാക്കപ്പെടുന്ന പെൺകുട്ടികൾ നേരിടുന്ന ഏറ്റവും വലിയ ആരോപണമാണ് കൺസെന്റോടുകൂടി നടന്ന ലൈംഗിക ബന്ധമാണ് പിന്നീട് അത് ബലാത്സംഗ ആരോപണമായി മാറുന്നു. എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നത്? അതുകൊണ്ട് തന്നെ കൺസെന്റ് എന്നത് എപ്പോഴൊക്കെയാണ് നിയമത്തിൻ്റെ മുന്നിൽ സാധുതയില്ലാത്ത ഒരു ഡിഫൻസായി മാറുന്നത് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇനി മറ്റൊന്ന്, ഭീഷണി, ബലം, പേടിപ്പെടുത്തൽ. ഇവയൊക്കെ ഒരു വ്യക്തി ഭീഷണിയിലൂടെയോ ബലപ്രയോഗത്തിലൂടെയോ പേടിപ്പിച്ചോ സമ്മതം നൽകിയാൽ അല്ലെങ്കിൽ സമ്മതം നേടിയെടുത്താൽ അത് കൺസെന്റ് അല്ല. ഇല്ലെങ്കിൽ പ്രശ്നമാകും, നിന്റെ കുടുംബത്തെ അറിയിക്കും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിൽ നൽകുന്ന സമ്മതം നിയമത്തിൽ അസാധുവാണ്. അങ്ങനെയുള്ള ബന്ധങ്ങൾ ബലപ്രയോഗമാകും, ബലാത്സംഗമാകും. നിയമത്തിന് മുന്നിൽ കൺസെന്റ് എന്ന പരിഗണന ലഭിക്കുന്നില്ല. മറ്റൊന്ന്, മദ്യമോ മയക്കുമരുന്നോ ഒക്കെ നൽകി ബോധം കെടുത്തിയ ശേഷം ഒരു വ്യക്തി മദ്യപിച്ചോ മയക്കുമരുന്ന് ഉപയോഗിച്ചോ അല്ലെങ്കിൽ ബോധം പൂർണ്ണമല്ലാത്ത അവസ്ഥയിലോ ഇരിക്കുമ്പോൾ നൽകുന്ന സമ്മതം നിയമപരമായി അംഗീകരിക്കുന്നതല്ല. അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ പോലും കൺസെന്റ് എന്ന ഒരു ഡിഫൻസ് നിലനിൽക്കുന്നില്ല. കാരണം അവർക്ക് തീരുമാനം എടുക്കാനുള്ള ശേഷി ആ സമയത്തില്ല എന്നതാണ് നിയമം കണക്കിലാക്കുന്ന വിഷയം. അങ്ങനെയുള്ള സമയത്തെ ബന്ധത്തെ ബലാത്സംഗമായി തന്നെ കണക്കാക്കുന്നു. ബലാത്സംഗത്തിനുള്ള ശിക്ഷ തന്നെ ലഭിക്കും. വഞ്ചനയിലൂടെയോ ചതിപ്രയോഗത്തിലൂടെയോ നേടിയെടുക്കുന്ന കൺസെന്റുകൾ ഒരു തരത്തിലും നിയമസാധുതയുള്ളതല്ല. ഒരുപക്ഷെ ഇന്ന് കാണുന്ന പല വാർത്തകളിലും ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയമാണ് കൺസെന്റ് നേടിയത് വഞ്ചനയിലൂടെയാണ്, അല്ലെങ്കിൽ തെറ്റായ ധാരണയിലൂടെയാണ്, അല്ലെങ്കിൽ തെറ്റായ വാഗ്ദാനങ്ങൾ നൽകി നേടിയെടുത്ത കൺസെന്റാണ് എന്ന്. ഉദാഹരണത്തിന്, ഒരാൾ വ്യാജ ഐഡന്റിറ്റി അല്ലെങ്കിൽ വിവാഹിതനാണെന്ന് എന്ന കാര്യം മറച്ചു വെക്കുക, അല്ലെങ്കിൽ തൻ്റെ അധികാര സ്ഥാനങ്ങളോ അല്ലെങ്കിൽ തൻ്റെ പവറോ ഉപയോഗിച്ച് പല കാര്യങ്ങളും ചെയ്തു തരാം, ഇങ്ങനെയുള്ള തെറ്റായ ധാരണകൾ ഉണ്ടാക്കി അല്ലെങ്കിൽ വഞ്ചിച്ച് ചതിച്ച് നേടുന്ന കൺസെന്റുകളെ ഒരിക്കലും നിയമം കൺസെന്റായി കാണുന്നില്ല. ഇവയിലൂടെ ലഭിക്കുന്ന സമ്മതം നിയമം ഒരു കാരണവശാലും അംഗീകരിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. വേറൊരു അവസ്ഥ അല്ലെങ്കിൽ വേറൊരു സാഹചര്യം എന്നത് വിവാഹ വാഗ്ദാനം നൽകി ബന്ധം സ്ഥാപിക്കുക. അതായത് ഒരു പെൺകുട്ടിയെ ഞാൻ നിന്നെ വിവാഹം കഴിക്കാമെന്ന വാക്ക് കൊടുത്ത് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പുരുഷനാണ് എന്ന ഒരു വിശ്വാസത്തിൽ നൽകുന്ന സമ്മതം. അങ്ങനെ നൽകുന്ന സമ്മതവും പിന്നീട് വിവാഹത്തിൽ നിന്ന് പിന്മാറിക്കഴിഞ്ഞാൽ ആ രീതിയിൽ നേടിയ സമ്മതത്തിലൂടെ നടന്ന ലൈംഗിക ബന്ധത്തെ ബലാത്സംഗമായി നിയമം കാണുന്നു. നിയമത്തിൻ്റെ യാതൊരു പരിരക്ഷയും ലഭിക്കുന്നുമില്ല. ഒറ്റവരിയിൽ പറഞ്ഞാൽ, കൺസെന്റ് ഉണ്ട് എന്ന് തോന്നിയാലും നിയമം അത് എല്ലായ്പ്പോഴും അംഗീകരിക്കണമെന്നില്ല. പ്രായം, ഭീഷണി, വഞ്ചന, ബോധാവസ്ഥ, ഉദ്ദേശം ഇവയൊക്കെ തന്നെ നിയമം പരിഗണിക്കും, പരിശോധിക്കും. വ്യക്തമായ തെളിവുകളുടെയും വ്യക്തമായ വാദഗതികളുടെയും അടിസ്ഥാനത്തിൽ ഈ പോയിന്റുകളൊക്കെ തന്നെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് കൺസെന്റ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഉള്ള കൺസെന്റിന് നിയമപരമായി എന്തെങ്കിലും വാലിഡിറ്റി ഉണ്ടോ എന്ന് കോടതികൾ തീരുമാനിക്കുന്നത്. അതുകൊണ്ട് ആരായാലും പ്രതി ചേർക്കപ്പെട്ട ആൾ എങ്ങനെ കൺസെന്റ് നേടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൺസെന്റ് ഉണ്ട് എന്ന ഒറ്റ കാരണത്താൽ ഇരകളെ കല്ലെറിയുന്ന സമൂഹം ഒന്ന് മാറ്റി ചിന്തിക്കുന്നത് എപ്പോഴും നല്ലതാണ്.